KGMCTയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ ചർച്ച നടത്തുകയും അവരുന്നയിച്ച വിഷയങ്ങൾ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൂടി ആശയവിനിമയം നടത്തേണ്ട വിഷയങ്ങളായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടും ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രി ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സുമായിട്ട് സംഘടനകളുമായിട്ട് ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ചർച്ചയിൽ പറഞ്ഞത്. അതിലൊന്ന് എൻട്രി കേഡറിൽ അനോമലി പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ പരിഹരിക്കും എന്നുള്ളത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു ഉത്തരവിറക്കി. അപ്പോൾ അതല്ല അതിൽ റെക്ടിഫിക്കേഷൻ വേണമെന്നുള്ളത് ഡോക്ടേഴ്സിൻ്റെ സംഘടനകൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമർപ്പിച്ച റെക്ടിഫിക്കേഷൻ പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് ആ റെക്ടിഫിക്കേഷൻ ഉത്തരവ് ഇറക്കി. ആദ്യത്തെ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് രണ്ടാമത്തെ ഉത്തരവ് ഇറക്കുകയും ഉണ്ടായി. രണ്ടാമത്തെ കാര്യം അത് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് സമാനമായിട്ടുള്ള കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപാകെ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ബഹുമാനപ്പെട്ട ഫിനാൻസ് മന്ത്രി ആ യോഗത്തിൽ തന്നെ അറിയിച്ചിരുന്നു. അന്നത്തെ യോഗത്തിൽ മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിച്ച് മാത്രമേ ധനകാര്യ വകുപ്പിന് അതിനകത്തൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ആ നടപടികൾ ധനകാര്യ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതികളുടെ മുൻപാകെയുള്ള ഒരു വിഷയം സംബന്ധിച്ച ഒരു കാര്യത്തിൽ അതിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് അതിൽ തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ എന്ന് ആ മീറ്റിംഗിൽ തന്നെ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ സമരം ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഡോക്ടേഴ്സിൻ്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു സമീപനവും അതുതന്നെയാണ്. ഏത് മേഖലയാണെങ്കിലും അത് ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ആരോഗ്യം പോലെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം പോലെയുള്ള ഒരു മേഖല സംബന്ധിച്ച് ആ സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത്. ആ നിലയിൽ തന്നെയാണ് ഇതുവരെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള വശങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ആ യോഗത്തിൽ അറിയിച്ചിരുന്നതാണ്. അന്ന് ഫിനാൻസിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളതും മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ അതിന് പറയാൻ. Zion Medical College Hospital, Adur, Pathanamthitta.